പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സോഷ്യൽ മീഡിയകളിൽ ഇന്ന് എമ്പുരാനെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഡ്രൈവറായിട്ടുണ്ടായ ആൻ്റണി പെരുമ്പാവൂരിനെ കുറിച്ച് കുറേ ആൾക്കാർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ട് കുറേ കമൻറ്റ് ഇടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ. മോഹൻലാലിൻ്റെ ഡ്രൈവറായിരുന്നു, ഇപ്പോൾ വലിയ ആളായിപ്പോയി, നിർമ്മാതാവായിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഒരു ശരിയായ കാര്യമല്ല. ഒരു ഡ്രൈവർ ആയതുകൊണ്ട് പിന്നീട് ഉയരാൻ പാടില്ല എന്നുണ്ടോ? ഡ്രൈവർ കാലാകാലം ഡ്രൈവറായിട്ട് തന്നെ ഇരിക്കണം. ഡ്രൈവർ ചിലപ്പോൾ ഡ്രൈവർ ബിസിനസ് ചെയ്തിട്ട് വലിയ ആളാവും. ഓരോ കാലത്ത് ഓരോ സമയത്ത് ആ സമയത്ത് ഡ്രൈവർ ജോലി ചെയ്ത്, അതുകൊണ്ട് കാലാകാലം ഡ്രൈവർ ജോലി ചെയ്യണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യകാലത്ത് രജനീകാന്ത് ബസ് കണ്ടക്ടറല്ലേ, പിന്നീട് ഇന്ന് വലിയ ഉയരത്തിലെത്തിയില്ലേ രജനീകാന്ത്. ഹിറ്റ്ലർ ആരായിരുന്നു? ആദ്യം ഒരു പെയിൻറ്ററായിരുന്നു ഹിറ്റ്ലർ. പിന്നെ അതുപോലെ പല കാര്യങ്ങളിലും ആൾക്കാർക്ക് പുരോഗമനം ഉണ്ടാവുമല്ലോ. ഇതെന്തെങ്കിലും പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ഡ്രൈവർ ഇപ്പം അവൻ്റെ ഗമ കണ്ടില്ലേ. അയാൾ ബിസിനസ് ചെയ്ത് അയാൾ ഉയരത്തിലേക്ക് എത്തി. ഈ മോഹൻലാൽ ആരായിരുന്നു? ആദ്യം തല്ലുപൊളി ആദ്യത്തെ 10-50 പടത്തിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ തല്ലുകൊള്ളുന്ന സീനിൽ അഭിനയിച്ചാൽ അങ്ങനെ 19 പടത്തിൽ എല്ലാ നടന്മാർക്കും അന്ന് മോഹൻലാൽ തല്ലുകൊള്ളാത്ത ഒരു നായക നടനുമില്ല. അത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ തല്ലുകൊണ്ടാൽ സാരില്ല, അത് പിന്നെ ഒരു അവാർഡായിട്ട് കരുതിയാൽ മതി. നസീർ സാറിൻ്റെ തല്ലുകൊള്ളിൽ മറ്റുള്ള നടന്മാർക്ക് ഒരു അവാർഡായിട്ട് കരുതിയാൽ മതി. അതല്ലാതെ തന്നെ മോഹൻലാൽ എന്ന് തല്ലുകൊള്ളാത്ത നടന്മാരുണ്ട്. മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് കുറേ പടത്തിൽ തല്ലുകൊണ്ട്, രതീഷിൻ്റെ കയ്യിൽ നിന്ന് കുറേ തല്ലുകൊണ്ട്, ശങ്കറിൻ്റെ കയ്യിൽ നിന്ന് കുറേ തല്ലുകൊണ്ട്, പിന്നെ അന്നത്തെ നായക നടന്മാർ ആരിലുണ്ട്, രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട്, അപ്പൂസിൽ വില്ലനായിട്ട് അഭിനയിച്ച രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വരെ തല്ലുകൊണ്ട്, സുകുമാരൻ്റെ തല്ല് കുറേ കൊണ്ട്, സോമേട്ടൻ്റെ തല്ലുകൊണ്ട്, അങ്ങനെ കുറേ നടന്മാരെ തല്ലുകൊണ്ടിട്ട് വന്ന ആളല്ലേ ഈ മോഹൻലാൽ. അതിനുശേഷം പിന്നെ ഓരോരോ പടങ്ങൾ കിട്ടി അയാൾ വലിയ ആളായി. അതേപോലെ അയാളെ ഡ്രൈവർ അന്ന് ഡ്രൈവറെ ജോലി ചെയ്ത് പിന്നീട് ഇതായി. അത് ചില ആൾക്കാർ പറയുന്നതൊക്കെ ചില ഗ്ലാമറുള്ള നടന്മാരോ, പണ്ട് ഗ്ലാമറൊന്നുമില്ല, അത് ഇവരെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇവരെ കാര്യമില്ല. അങ്ങനെ തന്നെയാണ് മോഹൻലാൽ മറ്റേ ഇതിൽ സഞ്ചാരിയിൽ അഭിനയിക്കുമ്പോൾ ആലമ്പൂടൻ ചേട്ടനെ പോലെയാണ് മോഹൻലാലുണ്ട് ആ പടത്തിൽ. ആലമ്പൂടൻ ചേട്ടനെ പോലത്തെ ഒരാളാണ് മോഹൻലാൽ. പിന്നീട് പൈസയും പിന്നെ പ്രശസ്തിയെല്ലാം വരുമ്പോൾ ഫേസിന് മാറ്റം വരും, നല്ല ഭക്ഷണം കഴിക്കും, സ്റ്റൈലായിട്ട് വരും. അതുപോലെ മമ്മൂട്ടി ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ കാലചക്രത്തിൽ അഭിനയിക്കുമ്പോൾ മാമുക്കയെ പോലെ ഉണ്ടായിരുന്നു, ഒരു തോണിക്കാരനായിട്ട്. ഇതിലിടക്കിടക്ക് കാണിക്കുക യൂട്യൂബിലുണ്ടാവും. അത് ശരിക്കും ഒരു മാമുക്കോയൻ്റെ അതേ ലുക്കുള്ളൊരു നടൻ പിന്നെ മമ്മൂട്ടി. പിന്നീട് മമ്മൂട്ടി കുറേ കൊല്ലം കഴിഞ്ഞ് സിനിമ നടനായി. അപ്പോൾ പിന്നീട് മമ്മൂട്ടി പ്രശസ്തിയും പണമെല്ലാം വരുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, മമ്മൂട്ടിക്ക് ഗ്ലാമർ വന്നു. അതുപോലെ ദിലീപ് ആരായിരുന്നു? ദിലീപിൻ്റെ ആദ്യകാലത്ത് മിമിക്രി കളിക്കുന്ന സമയത്ത് ഫസ്റ്റ് മിമിക്രിയെല്ലാം കളിക്കുന്ന സ്റ്റേജിൽ കാണാം പിന്നെ ദിലീപിനും വലിയ ജോലിയൊന്നുമില്ല, എന്തോ മഷിക്കുപ്പി വെക്കലാൻ്റെ ബസ്സിൽ മഷിക്കുപ്പി വെക്കൽ, അങ്ങനെ എന്തോ ഇതിനോട് പറഞ്ഞു തട്ടി, അത് ഇഞ്ചി മുട്ടായി വെക്കൽ, അങ്ങനെ എന്തോ എന്തോ ചെറിയൊരു ബിസിനസ് ഞാൻ പറഞ്ഞു തട്ടി, ശരിക്കും ഓർമ്മയില്ല. നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ ബസ്സിൽ ഇച്ചിരി ആൾ ഈ മഷിക്കുപ്പിയെല്ലാം വെക്കാൻ കണ്ടില്ലേ, അതുപോലത്തെ എന്തോ ഒരു ജോലി ആണ് ദിലീപിന്. ആ സമയത്ത് ദിലീപിൻ്റെ കോലം കണ്ടിട്ടില്ലേ. പിന്നീട് ദിലീപ് സിനിമയിൽ വന്ന് കുറച്ച് പടം അഭിനയിച്ച്, ആദ്യം കുറഞ്ഞ് പിന്നെ നായകനെല്ലാം അഭിനയിച്ച്, പിന്നെ നായകനായി, പിന്നെ പ്രശസ്തി മണലും വരുമ്പോൾ ദിലീപിൻ്റെ മുഖമെല്ലാം നല്ല ഗ്ലാമറായി വന്നു. അതൊക്കെ സർവ്വസാധാരണമാണ്. ജയറാമിൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. ജയറാം ഉത്സവപ്പറമ്പിൽ 50 രൂപയ്ക്ക് മിമിക്രി കളിക്കുമ്പോഴുള്ള ഗ്രാണി പിടിച്ച പോലെയുള്ള ജയറാം പിന്നീട് സിനിമയിൽ വന്ന് കവളൊക്കെ വന്ന് കുറച്ച് ഗ്ലാമർ വന്നില്ലേ. അതേപോലെ ആൻ്റണി ആ കാലത്ത് ഡ്രൈവർ പണി മോഹൻലാൽ ചെയ്തിന്, അത് വലിയ കുറ്റമാണോ? എന്തെങ്കിലും പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഡ്രൈവറായി, ഇപ്പോൾ അവൻ്റെ ഗമ കാണണ്ടേ? അതിലും പറയുന്ന അർത്ഥമില്ല. ഒരാളെയും അങ്ങനെ അപമാനിക്കാൻ പാടില്ല. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പഴയ തൊഴിൽ പറഞ്ഞിട്ട് ആരെയും അപമാനിക്കാൻ പാടില്ല. എല്ലാ തൊഴിലിലും അതിൻ്റേതായ അന്തസ്സുണ്ട്. അയാൾ ഡ്രൈവറായി പോയതുകൊണ്ട് അയാൾക്ക് പിന്നെ നിർമ്മാതാവാൻ പാടില്ല എന്നുണ്ടോ? അയാൾ ആ സമയത്ത് ഡ്രൈവറെ ജോലി ചെയ്ത് പിന്നെ പൈസ വന്നേരം നിർമ്മാതാവായി, അത്ര തന്നെ.
അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത്. ഓക്കെ.